നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച നെല്ലിന്റെ വില പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. മാത്തൂരിൽ LDF പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തോടടുക്കെ UDF ക്യാമ്പിൽ ആവേശം വിതറി റോഡ് ഷോയിൽ സന്ദീപ് വാര്യർ. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടത്തിയ മെഗാ റോഡ് ഷോയിൽ അണിനിരന്നത് ആയിരങ്ങൾ. NDA പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാരി റാലി. ഷൊർണൂർ RMS അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RMS സംയുക്ത സംരക്ഷണ സമിതി രൂപീകരിച്ചു. RMS വിരുദ്ധ കേന്ദ്ര നീക്കം സ്വകാര്യവൽക്കരണത്തിന്റെയും കോർപ്പറേറ്റ് പ്രീണനത്തിന്റെയും ഭാഗമെന്ന് യൂണിയൻ നേതാക്കൾ. SKSSF ഒറ്റപ്പാലം മേഖലാ സർഗലയത്തിന് മണ്ണൂരിൽ തുടക്കം. കലാമത്സരങ്ങൾ തുടരുന്നു. സർഗലയത്തിൽ പങ്കെടുക്കുന്നത് 100 മദ്രസകളിൽ നിന്നായി 400-ലേറെ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച നെല്ലിന്റെ വില പോലും കേന്ദ്രം നൽകുന്നില്ല. മാത്തൂർ ചുങ്കമന്തത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി സൂചന നൽകി. നെൽകൃഷിയുടെ പുനരുദ്ധാരണത്തിന് LDF സർക്കാർ അധികാരത്തിലേറിയ 2016 മുതൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ പണം ലഭിക്കാതെ തന്നെ അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കർഷകന്റെ അക്കൗണ്ടിൽ മുഴുവൻ തുകയും ലഭ്യമാക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിനായാണ് ബാങ്കുകൾ വഴി PRSലൂടെ അഡ്വാൻസായി തുക നൽകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി വരുന്ന പലിശ, ആ ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ്. ഏത് കാലത്താണ് കേന്ദ്രം തരികയെന്നറിയില്ല. അതുവരെയുള്ള പലിശ സംസ്ഥാന സർക്കാർ വഹിച്ചു പോവുകയാണ്. CPM മാത്തൂർ ലോക്കൽ സെക്രട്ടറി സുരേഷ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, V അബ്ദുൾ റഹ്മാൻ, K കൃഷ്ണൻകുട്ടി, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തോടടുക്കെ UDF ക്യാമ്പിൽ ആവേശം വിതറി റോഡ് ഷോയിൽ സന്ദീപ് വാര്യർ. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നഗരത്തിലൂടെ നടത്തിയ റോഡ് ഷോയിൽ 100 കണക്കിന് UDF പ്രവർത്തകരാണ് അണിനിരന്നത്. BJP പാളയത്തിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരായിരുന്നു റോഡ് ഷോയുടെ ഹൈലൈറ്റ്. BJPയിൽ വിമത ശബ്ദമുയർത്തിയ സന്ദീപിനെ CPMലെത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. റോഡ് ഷോയിൽ രാഹുലിനൊപ്പം മുഴുവൻ സമയവും വാഹനത്തിൽ കയറിയ സന്ദീപ് അണികൾക്ക് ആവേശം നൽകി വോട്ടഭ്യർത്ഥന നടത്തി. 100 കണക്കിന് UDF പ്രവർത്തകർ അണിനിരന്ന റാലിയിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. പാലക്കാട് വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്ന് ആരംഭിച്ച റോഡ് ഷോ കോട്ടമൈതാനത്ത് സമാപിച്ചു. സംഗീത നിശയോടെയായിരുന്നു പ്രചരണ പരിപാടികളുടെ സമാപനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MP-മാരായ ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, PK ഫിറോസ്, അബിൻ വർക്കി, PC വിഷ്ണുനാഥ്, അൻവർ സാദത്ത്, ജബി മേത്തർ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഷാനിമോൾ ഉസ്മാൻ, അടൂർ പ്രകാശ് തുടങ്ങിയവരും റോഡ് ഷോയിൽ അണിനിരന്നു. ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ്, മുൻ സംസ്ഥാന സുരേന്ദ്രൻ പറഞ്ഞത് ഇവിടെ ഒരു വലിയ കസേരയില്ല, ഒരു വലിയ ഹൃദയത്തിൽ തന്നെയാണ് സ്ഥാനം തന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ഷാഫിക്കയും ഫിറോസും അടക്കമുള്ള ഈ യുവജന നേതാക്കൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായി
നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. അതിനുള്ള ഒരു വേദിയല്ല ഇത്. പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ്, ചെറുപ്പക്കാരുടെ വേദിയാണ്. UDF ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള റോഡ് ഷോ. പരിപാടി വീക്ഷിക്കാൻ റോഡിനിരുവശവും നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ നാരി റാലി. BJP ദേശീയ സമിതി അംഗം ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. BJP വിട്ടുപോയ സന്ദീപ് വാര്യർക്ക് മറുപടിയെന്നോണമാണ് ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നാരി റാലി സംഘടിപ്പിച്ചത്. BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, പാലക്കാടിന്റെ ഉറപ്പ്, ജയം. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മഹിളാ മോർച്ച നേതാവ് രേണുക, കൗൺസിലർ മിനി കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ കുടുംബയോഗത്തിൽ വൻ ജനപങ്കാളിത്തം. മാത്തൂർ കാക്കാമ്പറ്റയിൽ നടന്ന കുടുംബയോഗം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന എത്രയോ അധികം പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത, ഷാഫിക്കയാക്കി മാറ്റിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ നിങ്ങൾക്കരികിലേക്ക് ഷാഫിക്ക എന്റെ നാട്ടിലേക്ക്, ഞാൻ ജനിച്ചു വളർന്ന കോഴിക്കോട്ടിലേക്ക്, വടകരയിലേക്ക് MP ആയി പോയപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു പുതിയൊരാളിനെ, ഷാഫിക്കയെ പോലെ തന്നെ എപ്പോഴും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് തരികയാണ്, അല്ലേ? പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഇടുക്കി MP-യുമായ ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മന്ത്രി ശിവകുമാർ, KPCC സെക്രട്ടറി KA തുളസി, കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ, മാത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ, PR പ്രസാദ്, PN അബ്ബാസ്, നിയാസ്, രമേശ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം K. ഉദയപ്രകാശ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ RMS അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RMS സംയുക്ത സംരക്ഷണ സമിതി രൂപീകരിച്ചു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രഭാത സായാഹ്ന ശാഖ ഹാളിൽ നടന്ന രൂപീകരണ യോഗം CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ സേവനങ്ങൾ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന നയത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ RMS അടച്ചുപൂട്ടാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് സമരസമിതി ആരോപിക്കുന്നു. കേരളത്തിൽ പതിറ്റാണ്ടുകളായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന RMS പാഴ്സൽ കേന്ദ്രം അടച്ചുപൂട്ടി കുത്തക സ്വകാര്യ കമ്പനികൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി സംഘടിച്ചത്. NFPE, AIG, DSU, BPEF എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച RMS സംരക്ഷണ സമിതി രൂപീകരണ യോഗം CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അതായത് കഴിഞ്ഞ 2019 മുതൽ 2024 വരെയുള്ള BJP-യുടെ ഭരണകാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിന് വലിയ വിജയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മേഖല തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു 9970 പോസ്റ്റ് ഓഫീസുകൾ എടുത്തുകളയാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം എങ്ങനെയാണ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? വളരെ ശക്തമായ പ്രക്ഷോഭം ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലുള്ള സംഘടനകൾ അവർ നടത്തിയ സമരങ്ങൾ, അവർ നടത്തിയ ക്യാമ്പയിനുകൾ, അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ രൂപത്തിലുള്ള ജനപിന്തുണ ആ സമരങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന അവസ്ഥയുണ്ട്. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷാദ്, NFPE ബ്രാഞ്ച് പ്രസിഡന്റ് TR സന്തോഷ് കുമാർ, സെക്രട്ടറി KA യാസിഫ് എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 101 അംഗ സംരക്ഷണ സമിതി രൂപീകരിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നവംബർ 23 നടക്കുന്ന ചേലക്കര നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. തൃശൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട സ്ഥാപന മേധാവികൾ സോഫ്റ്റ്വെയർ പരിശോധിച്ച് ജീവനക്കാരുടെ ഡ്യൂട്ടി ഉറപ്പാക്കണം. ഓർഡർ CEO കേരള
.gov.in എന്ന ലിങ്കാണ് പരിശോധിക്കേണ്ടത്. സ്ഥാപന മേധാവികൾ ഉത്തരവ് ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി സോഫ്റ്റ്വെയറിൽ ഓർഡർ സെർവ്ഡ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തണമെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ട്രെയിനിംഗ് ക്ലാസ് 19-ന് നടക്കും. SKSSF ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സർഗലയം പരിപാടി തുടങ്ങി. മണ്ണൂർ കിഴക്കുംപുറം പള്ളി മദ്രസകളിലാണ് പരിപാടികൾ. വിവിധ സ്റ്റേജുകളിലായി ദഫ്മുട്ട്, മാപ്പിള ഗാനങ്ങൾ, കവിത, ചിത്രരചന, പദ്യം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. റൂഹിന്റെ നിദാനമേ സ്നേഹമേ ദാഹമേ റൂഹിന്റെ നിദാനമേ മദ്ഹ് പാടിടുന്നേ നബി പുകൾ പറഞ്ഞിടുന്നേ. SKJM പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ സർഗലയം ഉദ്ഘാടനം ചെയ്തു. ഇത്തരമുള്ള ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പരിശീലന ഘട്ടകമാണ് സർഗലയം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഭാവി ജീവിതത്തിലൊക്കെ മതഭൗതിക രംഗത്ത് അല്ലാഹു ശോഭനമായ ഭാവി നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സൈദലവി അൻവരി, പള്ളി സെക്രട്ടറി റഫീഖ്, KK സിദ്ദിഖ്, PM യൂസഫ്, PM റഫീഖ്, CP സത്താർ, ഫൈസൽ, സൈദലവി അൻവരി, സൈഫുദ്ദീൻ അൻവരി, ഖത്തീബ്, സാദിഖ് അലി ബാഖവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ദേശം ആൽത്തറയ്ക്കൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ വിളക്കുത്സവത്തിൽ പങ്കെടുത്തു. കലാമണ്ഡലം പഴയ നിള ക്യാമ്പസിന് സമീപത്തെ ആൽത്തറയിൽ രാവിലെ കുടിവെപ്പോടെയാണ് വിളക്കുത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പ്രസാദകൂട്ട്, വൈകിട്ട് പാലക്കൊമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പന്തലിൽ നൃത്തത്തിന് ശേഷം അയ്യപ്പൻ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, കനൽച്ചാട്ടം എന്നിവയുണ്ടായി. ഭാരവാഹികളായ പ്രസിഡന്റ് K ജയപ്രകാശ്, സെക്രട്ടറി KR ഗിരീഷ്, ട്രഷറർ SN മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അർഹതയ്ക്കുള്ള അംഗീകാരമായി കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിന് ഗ്രീൻ പ്രോട്ടോകോൾ ബഹുമതി. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് സൃഷ്ടിച്ച നേട്ടങ്ങൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും. ജില്ലയിലെ മികച്ച ഗ്രീൻ പ്രോട്ടോകോൾ സ്കൂൾ എന്ന അംഗീകാരമാണ് കോട്ടായി സർക്കാർ സ്കൂളിനെ തേടിയെത്തിയിരിക്കുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഗ്രീൻ പ്രോട്ടോകോൾ ബഹുമതിയെന്ന് കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പറഞ്ഞു. പച്ചക്കറി തോട്ടം ഉണ്ടാക്കി. അപ്പോൾ അതിൽ വേലികൾ ഞങ്ങൾ ജൈവ വേലിയാണ് ഉണ്ടാക്കിയത്. കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ചെടി, ചെമ്പരത്തിയൊക്കെ ഉപയോഗിച്ചുള്ള ജൈവ വേലി ഉണ്ടാക്കി. പിന്നെ ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വീതം ഹരിതസേന ഉണ്ടാക്കി. പിന്നെ ആ ഹരിതസേനയിലെ കുട്ടികൾ ഒരു പേപ്പറോ പ്ലാസ്റ്റിക്കോ ഒക്കെ കണ്ടാൽ വേർതിരിച്ച് അത് വളരെ വൃത്തിയാക്കി സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു വേസ്റ്റും ഇല്ലാത്ത വിധം വളരെ നീറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ക്യാമ്പസ് സൂക്ഷിക്കുന്നത്. പിന്നെ ചുറ്റുപാടും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് കൃത്യമായി വേസ്റ്റിന്റെ പിറ്റിലിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ പച്ചക്കറിത്തോട്ട നിർമ്മാണം, വാഴകൃഷി, ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തൽ, തോട്ടം സംരക്ഷിക്കുന്നതിന് കറിവേപ്പില ചെടികളും തണ്ടുകളും ഉപയോഗിച്ച് ജൈവവേലി നിർമ്മാണം, സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കൽ, വിദ്യാർത്ഥികളിൽ നിന്ന് ഹരിത കർമ്മസേനാംഗങ്ങളെ നിശ്ചയിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വിദ്യാലയത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ S ഗുരുവായൂരപ്പൻ പുരസ്കാരം സമ്മാനിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക BD ബിന്ദു, ഡെപ്യൂട്ടി HM K രേഖ എന്നിവർ ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്.
മുൻ പാലക്കാട് ജില്ലാ സയൻസ് ക്ലബ്ബ് സെക്രട്ടറി ജോസ് ഡാനിയൽ വിശിഷ്ടാതിഥിയായിരുന്നു. മികച്ച ടീച്ചർ കോർഡിനേറ്ററായി തിരഞ്ഞെടുത്ത KA അജേഷിനും മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുമാർക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അധ്യാപകർക്ക് പുറമെ ദേശീയ ഹരിത സേനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്പുറ ഖുവത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവധാര ചാരിറ്റബിൾ സൊസൈറ്റിയും ഖുവത്തുൽ ഇസ്ലാം മദ്രസയും അതുപോലെ തന്നെ വെൽഫെയർ ട്രസ്റ്റിൻ്റെ കൂടി സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് നേത്ര ചികിത്സാ ക്യാമ്പ് വളരെ വിപുലമായി തന്നെ നടത്തുകയാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജീവധാര എന്ന ഈ സംരംഭം ഇന്ന് നമ്മുടെ നഗരസഭാ പ്രദേശത്ത് തന്നെ വലിയ നിലയിൽ കീർത്തി നേടുകയും അതുപോലെ തന്നെ വളർന്ന് വലിയ ഒരു ട്രസ്റ്റായി ഇന്ന് മാറുകയും. ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർ P. ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിനയകുമാർ, ഐ കെയർ ആശുപത്രി കൺവീനർ പ്രവീണ എന്നിവർ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. ജീവധാര ട്രസ്റ്റ് പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് ഖാദർ ഹാജി, മഹല്ല് കമ്മിറ്റി അംഗം മേച്ചേരിക്കുഴി അലി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവധാര ട്രസ്റ്റ് ട്രഷറർ ഗോപിനാഥൻ മാസ്റ്റർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം പുഷ്പലത നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ നേത്രപരിശോധന നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച നെല്ലിന്റെ വില പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. മത്തൂരിൽ LDF പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തോടടുക്കെ UDF ക്യാമ്പിൽ ആവേശം വിതറി റോഡ് ഷോയിൽ സന്ദീപ് വാര്യർ. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടത്തിയ മെഗാ റോഡ് ഷോയിൽ അണിനിരന്നത് ആയിരങ്ങൾ. NDA പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാരി റാലി. ഷൊർണൂർ RMS അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RMS സംയുക്ത സംരക്ഷണ സമിതി രൂപീകരിച്ചു. RMS വിരുദ്ധ കേന്ദ്ര നീക്കം സ്വകാര്യവൽക്കരണത്തിന്റെയും കോർപ്പറേറ്റ് പ്രീണനത്തിന്റെയും ഭാഗമെന്ന് യൂണിയൻ നേതാക്കൾ. SKSSF ഒറ്റപ്പാലം മേഖലാ സർഗലയത്തിന് മണ്ണൂരിൽ തുടക്കം. കലാമത്സരങ്ങൾ തുടരുന്നു. സർഗലയത്തിൽ പങ്കെടുക്കുന്നത് 100 മദ്രസകളിൽ നിന്നായി 400-ലേറെ വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.